എന്ത് വലിയ തറവാടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ നടക്കുന്ന തറവാട്. നാട്ടിലെ അത്യാവശ്യം പേര് കേട്ട തറവാടൊക്കെയാണ്. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോകാം. ഇതാണ് ആദിത്യ മേനോൻ, നമ്മുടെ തറവാടിലെ ഈ തലമുറയിലെ അധികാരി. ആദ്യേട്ടാ ചായ. ഇത് നമ്മുടെ ആദിത്യയുടെ പ്രിയതമയായ ഭാര്യ മീര ആദിത്യ മേനോൻ. ഇന്നെന്ത് എന്റെ ഭാര്യയുടെ മുഖത്തൊരു മ്ലാനത? ഓ മനുഷ്യ, നിങ്ങൾ എന്നോട് മിണ്ടണ്ട. ഞാൻ പിന്നെ എന്റെ ഭാര്യയോടല്ലാതെ വേറെ ആരോട് പോയി മിണ്ടാ? ഇനി എന്റെ മോള് കാര്യം പറ. എനിക്ക് ആ സാരി വാങ്ങി തരാൻ പറഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് എനിക്ക് വാങ്ങി തന്നില്ലല്ലോ. അയ്യേ, ഈനായിരുന്നു ഈ മുഖം വീർപ്പിച്ച് കിടന്നത്. നിങ്ങൾ എന്നോട് മിണ്ടണ്ട. അപ്പൊ ശരി ശരി, ഏത് സാരിയാന്ന് വെച്ചാൽ നിനക്ക് ഇഷ്ടപ്പെട്ടത് മേടിച്ചോ. ശരിക്കും? ആടി പെണ്ണെ, നിനക്ക് ഇഷ്ടമുള്ള സാരി നോക്കി നീ വാങ്ങിക്കോ. അയ്യോ, ഐ ലവ് യു ആദ്യേട്ടാ. ഐ ലവ് യു മാത്രമേ ഉള്ളൂ? അല്ല, രാവിലത്തെ കിട്ടിയില്ല. എന്ത് കിട്ടിയില്ലാന്ന്? ഒന്നും. അയ്യേ, പോയ മനുഷ്യടന്ന്. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. അതിന് നീ എന്തിനാടി ഇങ്ങനെ നാണിക്കുന്നേ? ഞാനോ എപ്പ നാണിച്ചു? ഒന്ന് പോ മനുഷ്യടന്ന്. ഇങ്ങ് വന്നേ പെണ്ണെ ഇങ്ങോട്ട്. ആദ്യേട്ടാ വിട്ടേ, ആരെങ്കിലും കാണൂന്ന്. നിങ്ങളുടെ റൊമാൻസ് കഴിഞ്ഞ ഇങ്ങോട്ടൊന്ന് നോക്കാം. ഇതിപ്പോ ഇവിടെ നിന്ന് പൊട്ടിമുളച്ച് വന്നോന്തോ. 19 വയസ്സ് കഴിഞ്ഞു, എന്നാൽ റൊമാൻസിന് മാത്രം ഒരു കുറവുമില്ല. ഒന്നില്ലേ വീട്ടുമുറ്റത്തിരുന്ന് കാണിക്കേണ്ട പ്രവൃത്തിയാണോ നിങ്ങളീ കാണിച്ചത്? ഇങ്ങനെയാണോ അച്ഛനെ ഞാൻ പഠിപ്പിച്ചേ? അയ്യേ, മ്ലേച്ഛം. അല്ലാതെ നിനക്ക് പെണ്ണില്ലാത്തോണ്ടല്ല അല്ലേ? എന്റെ മോന് തീരെ കുശുമ്പില്ലല്ലേ? അമ്മ, യു ബ്ലഡി ഗ്രാമവാസീസ്. എന്റെ ഭാര്യയോടൊന്ന് സമാധാനമായിട്ട് റൊമാൻസിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സമ്മതിക്കത്തില്ല. ഇതിനേക്ക് ആരാണോ എന്തോ പടച്ചു വിട്ടെ. അത് നിങ്ങൾ അന്നത്തെ രാത്രി ആലോചിക്കണമായിരുന്നു, അല്ലാണ്ട് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അന്നേ അവളോട് പറഞ്ഞതാ. ഇനാന്ന് അല്ല, അന്ന് ആലോചിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞതാ. ആ, എന്നാ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നീ എന്നാ ചെയ്യും എന്നെ? ഒന്ന് നിർത്തിക്കേ. രാവിലെ തുടങ്ങും അപ്പനും മോനും കൂടെ കലകലാന്നും പറഞ്ഞു. 2 എണ്ണത്തിനും ഭക്ഷണം വേണേ കേറി വന്ന എടുത്തത്, അല്ലെങ്കിൽ ഇവിടെ പട്ടിണിക്കിരിക്കും. ഞാൻ പോവാ. മീരുല്ല കൂരു. പോ മനുഷ്യടന്ന്. അവള് കേറിപ്പോയി. നീ എനിക്ക് ഭാര്യയായിട്ടുണ്ടായതാണോടെ? ഇതിനൊക്കെ ഒരു പ്രത്യേക കഴിവേണ്ടേ? ബാ, നമുക്കതിൽ പോയി കഴിക്കാം. ഇല്ലെങ്കിൽ ഇനി ഇത് മതി നിങ്ങളുടെ പ്രിയതമ കിടന്ന് ഉറഞ്ഞതുള്ള. ആഹാ, ഇവിടെ ഞാൻ വരാതെ നിങ്ങളെല്ലാരും തുടങ്ങിയോ? പിന്നെ നീ വന്നോടെ വരെ വെയിറ്റ് ചെയ്യാൻ നീ ആരാണോ? അതിന് ഞാൻ അങ്ങോട്ടൊന്നും മുഴിഞ്ഞില്ല. രാവിലത്തെ ബാക്കിയെല്ലാം തുടരാനാണ് പാവമെങ്കിൽ 2 എണ്ണത്തിനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. പറഞ്ഞില്ലാന്ന് വേണ്ട. അപ്പൊ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു വാങ്ങാൻ വിട്ട്. ആളെ വേണ്ടത്ര പരിചയം വരുന്നു. ശരി, ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ആദിത്യ മേനോന്റെ സ്വന്തം ചോര, സ്വന്തം അനിയൻ മാധവ് മേനോൻ. അതായത് നമ്മുടെ തറവാട്ടിലെ 2ാമത്തെ പുത്രൻ. അതിന് പ്രത്യേകിച്ച് ചോദിക്കാണ്ടോ, രാവിലെ തുടങ്ങിയതാ, ഇതുവരെ നിർത്താറായില്ല നിങ്ങൾക്ക്. എല്ലാവരും ഒന്ന് മിണ്ടായിരിക്കാവോ? എൻ്റെ കൊച്ചൊന്നും കഴിക്കുന്നത് കണ്ടില്ല. അതോ നീ ഇതൊന്നും മൈൻഡ് ആക്കണ്ട. എന്നാ ഇതോടെയും കഴിക്കേ. അല്ലേലും എനിക്ക് എന്നെ കാർത്തു മാത്രമേ ഉള്ളൂ. അതെ ഗൈസ്, കാർത്തു, അതായത് കാർത്തിക മാധവ് മേനോന്റെ പ്രിയ പത്നി. അല്ലെങ്കിലും ചേച്ചി ഒറ്റയാളാണ് ഇവനിങ്ങനെ വഷളായി കളഞ്ഞത്. ഏറ്റവും ഇളയതാണെന്നും പറഞ്ഞ് ചേച്ചി ഏട്ടനും കൂടെ അല്ല തലയിൽ കയറ്റി വെച്ച് വളർത്തിയത്. നീ അനുഭവിച്ചോ? അല്ലാണ്ട് പിന്നെ ഞാനാ. ഇല്ല, എൻ്റെ കൊച്ചാന്നും മൈൻഡ് ചെയ്യണ്ട, നീ കഴിച്ചോട്ടോ. ഇതാരും ഉണ്ടാക്കിയേ? ഇത് കാർത്തു ഉണ്ടാക്കുന്ന ടേസ്റ്റ് അല്ലല്ലോ. അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പം അത് നീ പറഞ്ഞില്ലേ, ഇന്ന് രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് അടുക്കളയിൽ വന്ന് നിന്റെ പെങ്ങളുണ്ടാക്കിയതാ അത്. പെങ്ങളെന്ന് പറയുമ്പോ വേറെ ആര്? വാവ തന്നെ. അവളെ ഏതോ ഒരു സ്പെഷ്യൽ ഡിഷ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അവൾ പ്രത്യേകം പറഞ്ഞ കാര്യം നിന്നെ കൊണ്ട് തന്നെ അത് ഫസ്റ്റ് ട്രൈ ചെയ്യിപ്പിക്കണം. ഓ മൈ ഗോഡ്, ഐ ആം ട്രാപ്ഡ്. അമ്മേ
സക്സസ്, എന്റെ പുതിയ ഡിഷ് സക്സസ്. അയ്യോ ഭൂതം. ഉണക്കമുന്തിരി പറക്ക പറക്ക മടുക്കുവോളം തിന്നുക്കെ തിന്നുക്കെ തേങ്ങ കൊത്തൊന്ന് കൊറിക്ക കൊറിക്ക വെത്തലും പാക്കും ചവയ്ക്ക ചവയ്ക്ക പന്തല് മുഴുവൻ തിരക്ക തിരക്ക പെണ്ണ് ചക്കനും വേർക്ക വേർക്ക പെണ്ണിന്റെ മൊഞ്ച് കണ്ടോക്കിയ കണ്ടോക്കിയ ചക്കന്റെ പത്രാസ് കണ്ടോക്കിയ കണ്ടോക്കിയ പെണ്ണ് ചക്കനും കെട്ടും കഴിഞ്ഞ് നടന്നു വരുമ്പോ ചിരിക്ക ചിരിക്ക. ചേട്ടാ ഇതൊന്ന് കഴിച്ചു നോക്കിക്കേ. വാവേ, ഞാൻ തന്നെ കഴിക്കണം നിനക്ക് നിർബന്ധമാണോ? ഇനി ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോടി? ഒന്ന് പോവാതേട്ടാ, അങ്ങനെയൊന്നുമില്ല, ഞാൻ നന്നായിട്ട് ഉണ്ടാക്കിയത്. ഒന്ന് കഴിച്ചു നോക്കിയിട്ട് നല്ലതാണെന്ന് പറഞ്ഞേ. വലിയ കുഴപ്പമില്ല. ആദ്യമായിട്ട് കയറുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് ചെയ്തു. പിന്നെ ആ ശർക്കര ടേസ്റ്റ് വെച്ച് കൂടി നിൽപ്പുണ്ട്. അല്ല, ഇത് ഏത് പായസം? എനിക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പായസം ഇതാണെന്നും മനസ്സിലായില്ല. പിന്നെ മധുരം ഇച്ചിരി കൂടുതലാണ്. ഇത്രയും മധുരമൊന്നും വേണ്ട. നമ്മളെല്ലാവരും ഇച്ചിരി മധുരം കുറച്ച് കഴിക്കുന്ന ആൾക്കാരായ സ്ഥിതിക്ക് ഇത്രയും മധുരത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, കഴിക്കാം. വാവേ, നീനത് മല്ലിപ്പൊടി ഇട്ടായിരുന്നു? ആ ഇട്ടല്ല വല്യമ്മ. എന്നാ പറ്റി? നീ എവിടെ ഇരുന്ന മല്ലിപ്പൊടി എടുത്തിട്ടത്? അത് മറ്റേ മുളക് പൊടി ഇരുന്ന ഷെൽഫിന്റെ മേളിലുണ്ടായിരുന്ന ഷെൽഫിൽ നിന്ന് എടുത്ത മുളക് പൊടി മല്ലിപ്പൊടി? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് പിന്നെ അത് ഒരു ചെറിയ പ്രശ്നമുണ്ട്. നീ ഇപ്പൊ കഴിച്ചതേ പായസമല്ല, സാമ്പാറാ. അവള് മല്ലിപ്പൊടി മാറി ഞാൻ പിടിച്ചു വെച്ച ശർക്കര ആണ് എടുത്തിട്ടതെന്ന് തോന്നുന്നു. അല്ല, അപ്പൊ ഇതിനകത്ത് കിടന്ന ഗോതമ്പ്? ഗോതമ്പ? ഏത് ഗോതമ്പ്? അത് പരിപ്പാ. എന്റെ ഗുരുവായൂരപ്പ, ഇവള് പരിപ്പാന്ന് പറഞ്ഞു ഗോതമ്പാണ് എടുത്തിട്ട്. ഇനി മേലെ നിന്നെ അടുക്കളയിൽ കണ്ടുപോയേക്കുന്നത് കേട്ടോടി. എടി സാമദ്രോഹി, നീ എന്നെ കൊല്ലാൻ നോക്കുമായിരുന്നോടി ദുഷ്ട. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. പിന്നെ ഏത് തിന്നൂന്ന് വെച്ചാൽ നിങ്ങൾ ചത്തൊന്നും പോകുന്നില്ല. ജസ്റ്റ് മല്ലിപ്പൊടിക്ക് പകരം ശർക്കരപ്പൊടി എടുത്തിട്ടു, അത്ര അല്ലേ പറ്റിയുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം കറക്റ്റാ. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പൊക്കെ ഞാൻ കറക്റ്റ് ഭാഗത്തിന് തന്നെ ഇട്ടത്. കാർത്തു കേട്ടോ, ഇവളുണ്ടാക്കിയ ഭക്ഷണം തന്ന് കൊല്ലാൻ നോക്കിയതും പോരാഞ്ഞിട്ട് ഇപ്പൊ ഞാനത് ചോദിച്ചപ്പോ എന്റെ അടുത്ത് തിരിച്ചു പറയണോ? കണ്ടോ കണ്ടോ? തനിക്ക് വേണ്ടി താൻ തിന്നണ്ട, ഒന്ന് പോടോ. ഇടി അടയ്ക്കാക്കുരുവി, എന്നെ താനെന്നൊക്കെ വിളിച്ചാണ്ടല്ലോ എന്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടും. പറഞ്ഞില്ലാന്ന് വേണ്ട. അടയ്ക്കാക്കുരുവിനെ തന്നെ മറ്റുള്ള വിളിക്കടോ. പിന്നെ ഞാൻ ഇനിയും വിളിക്കുന്നതായിരുന്നു. നിങ്ങൾ എന്നെ എനിക്കൊന്ന് കാണണമല്ലോ. നീ പൊടി കാട്ടുമാക്കാച്ചി, ഞാനിത് കാർത്തൂനോട് പറഞ്ഞു നോക്കിക്കോ. പറഞ്ഞു കൊടുക്കണേക്കെ കൊള്ളാം എന്നും പറഞ്ഞ് ഇപ്പൊ കയറി അവരുടെ കട്ടുറുമ്പാവാൻ നിക്കണ്ട. അതിനാടി അങ്ങനെ ഒരു ടോക്ക്. കണ്ണു തുറന്ന് അങ്ങോട്ടൊന്ന് നോക്കിക്കേ. എനിക്കിതൊന്നും കാണാൻ വയ്യേ. എന്തേ പറഞ്ഞു കൊടുക്കണില്ലേ? 19 വയസ്സ് കഴിഞ്ഞു നിങ്ങൾക്കല്ല, എന്നിട്ട് ഇപ്പോഴും പ്രേമിച്ച് കിടക്കാണ്ട കുഞ്ഞു പിള്ളേരാന്ന് ശരിക്കും. എങ്ങനെ സാധിക്കണോ എന്തോ ഇങ്ങനെ പ്രേമിക്കാൻ? അതെ, പ്രേമത്തിന് പ്രായമൊന്നുമില്ല. പ്രേമിക്കാനാണെങ്കിൽ എപ്പോഴും പറ്റും. എത്ര നാൾ കഴിഞ്ഞിട്ടാണേലും, എത്ര പ്രായമായിട്ടാണേലും, കല്യാണം കഴിഞ്ഞവരാണേലും കല്യാണം കഴിയാത്തവരാണേലും, ഏതവസ്ഥയിലാണെങ്കിലും എങ്ങനെയാണേലും നമുക്ക് പ്രേമിക്കാൻ പറ്റും കേട്ടോ. നീ ഇപ്പൊ ക്ലാസ് തുടങ്ങാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അവരുടെ പ്രേമത്തിൽ മുഴുകിപ്പോയതാണ് കുട്ടി, മുഴുകിപ്പോയതാണ്. അവരെങ്കിലും എൻജോയ് ചെയ്യട്ടെ. എവിടെ എൻ്റെ ദൈവം? എന്തുപാടെ ഇവിടെ വല്ല പ്രേമിക്കാനുള്ള മത്സരവും നടക്കുന്ന? രാവിലെ തൊട്ട് തുടങ്ങിയതല്ലാതെ ഇവിടെ ഞങ്ങളെ പോലെ ഇരിക്കുന്ന പിള്ളേരെങ്കിലും ഉണ്ടെന്ന് ആലോചിക്കണ്ടേ? ഞങ്ങളുടെ മുമ്പിലിരുന്നാണ് ഇങ്ങനെ പ്രേമിക്കുന്നേ. സത്യം. അയ്യേ, എനിക്ക് ക്രിഞ്ചടിക്കുന്നു. എനിക്ക് ഛർദിക്കാൻ വന്നു. അയ്യോ, എന്റെ മൂക്ക് ക്രിഞ്ചടിക്കുന്ന. നിനക്കത് കാണാൻ വയ്യെങ്കിൽ നീ എണീറ്റ് കൂടി. നിന്നോടിവിടെ ഇരിക്കാൻ ആരാ പറഞ്ഞേ? ഭൂതമേ. ഗായ്സ്, ആളാരാണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ സത്യദേവ് മേനോൻ. നമ്മുടെ കുടുംബത്തിലെ മൂന്നാമത്തെ കൺമണി അല്ല കണ്ണുണ്ണി, മണുണ്ണി അല്ല, നമ്മുടെ കുടുംബത്തിലെ മൂന്നാമത്തെ കണ്ണിലുണ്ണി. അതാണ് കണ്ണിലുണ്ണി. നമ്മുടെ ദിവ്യയുടെ സ്വന്തം അച്ഛൻ. യു ബ്ലഡി തന്തപ്പിടി, യു കോൾഡ് മീ മരഭൂതം. മരഭൂതം നിങ്ങളുടെ കെട്ടിയോള്. ആരെയാണ് നീ മരഭൂതം എന്ന് വിളിച്ചേ? ഇതാണ് നമ്മുടെ ദേവിക മേനോൻ, നമ്മുടെ സത്യദേവിൻ്റെ സ്വന്തം ഭാര്യ. പിന്നെ നിങ്ങൾക്കറിയാത്ത ഒരു സത്യം കൂടെയുണ്ട്. നമ്മുടെ മീര മേനോൻ, കാർത്തിക മേനോൻ ആൻഡ് ദേവിക മേനോൻ ഇവർ 3 പേര് സിബ്ലിങ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ആദിത്യ മേനോൻ, മാധവ് മേനോൻ ആൻഡ് സത്യദേവ് മേനോൻ ഇവരും സിബ്ലിങ്സ് ആണ്. ഇവരങ്ങോട്ടും കസിൻസ് ആണ്. ഇവരുടെ എല്ലാവരുടെ ലവ് മാരേജ് കൂടിയായിരുന്നു. എൻ്റെ ആറ്റുകാല് മാതാവേ. അതേത് മാതാവ്? അങ്ങനെ ഒരു മാതാവുണ്ട്, ഞാനിപ്പോൾ ഇറക്കിയതാ. അല്ല ദേവു, അവള് നിന്നല്ല മരപൂത്തെന്ന് വിളിച്ചത്. എന്നിട്ട് നീ എന്നത് കേട്ടോണ്ടിരിക്കണേ? അത് തന്നെ, പണ്ട് ഞങ്ങളും എല്ലായിരുന്നു നിന്നെ അങ്ങനെ വിളിച്ചായിരുന്നെങ്കിൽ നീ ഞങ്ങളെ വെറുതെ വെക്കില്ലായിരുന്നല്ലോ. ഓടിച്ചിട്ടല്ലായിരുന്നു തല്ലിക്കൊണ്ടിരുന്നേ. ദൈവമേ, പെട്ടു.
നിനക്കുള്ള പണി ഞാൻ തരാട്ടോ. ആര് പറഞ്ഞാല് ദേവൂട്ടി മരഭൂതാന്ന്? ഈ മുഖത്തേക്ക് ഒന്ന് നോക്കിയേ, എന്താ ഒരു ഐശ്വര്യം. ഈ കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഇത്ര സൗന്ദര്യം? ഉണ്ടല്ലോ, എന്റെ കാർത്തും ഉണ്ടല്ലോ. ആദു, ഡാ നിന്റെ തള്ള ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നിങ്ങളൊന്നും മിണ്ടായിരുന്നേ, ഞാൻ ഒരു വിധത്തിലൊന്ന് ദേവുവിനെ സോപ്പിടുന്ന കൊളാക്കി തരാതെ. ദേവുവിന്റെ ദേഷ്യം മാറാൻ ആകെ ഒരു വഴിയേ ഉള്ളൂ. സത്യേട്ടാ, ഓ എന്താ ചേച്ചി? വേഗം ദേവൂട്ടിക്ക് ഒരു ഉമ്മ കൊടുത്തേ. ഓ അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ലടി, അവക്കൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴേ കൊടുക്കും. അയ്യടാ, അങ്ങേരുടെ ഒരു ആഗ്രഹം കണ്ടല്ലേ, ഉമ്മ തരാനെങ്കിൽ വാ, ഞാൻ നിന്ന് തരാം. നീ നിന്ന് തരാൻ റെഡി ആണെങ്കിൽ എനിക്കൊക്കെ. അയ്യേ പോന്നിശങ്ങ്. അയ്യേ മാഷളെ, എനിക്കിങ്ങനെ പറയാനെങ്കിലും ആരെങ്കിലും ഉണ്ട്, നിനക്കതെങ്കിലും ഉണ്ടോടാ? വയറുവച്ച് കിട്ടിയ സ്ഥിതിക്ക് മിണ്ടായിരിക്കും. നീ കൂടി. മീരു, അവൻ വല്ലതും വിളിക്കുവല്ലോ ചെയ്തായിരുന്നോ? അവൻ ഇന്നലെ ഉച്ചയായപ്പോ വിളിച്ചായിരുന്നു എന്നെ. എന്നിട്ട് അവൻ വന്ന കാര്യം വല്ലതും പറഞ്ഞോ? എപ്പോഴാ വരുന്നേന്ന് വല്ലതും പറഞ്ഞു? എന്നിട്ട് അവൻ ഇന്നലെ ഉച്ചയ്ക്ക് വിളിച്ചപ്പോ പറഞ്ഞു രാത്രി വരുമെന്നാ പറഞ്ഞ. ഇനിയിപ്പോ അങ്ങനെ രാത്രി വന്നില്ലെങ്കിൽ ഇന്ന് വരാന്നാ പറഞ്ഞത്. എനിക്കറിയത്തില്ല എപ്പോഴാ വരുന്നേന്നൊന്നും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്റെ മോനായോണ്ട് പറയുവല്ല, അവന് ഊര് ചുറ്റാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 2-3 ആഴ്ച കഴിയാതെ തിരിച്ച് വീട്ടിൽ കയറൂലല്ലോ. ഇപ്പൊ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞോ അതിലെന്തോ ഒരു അപാകത ഇല്ലേ? അവൻ മിക്കവാറും പോയടത്തുനിന്ന് വല്ല വള്ളിയും പിടിച്ചുകൊണ്ട് വരുന്നുണ്ടാവും. അല്ലാണ്ട് പിന്നെ അവനെന്തിനാ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്? അല്ലാത്തപ്പോ എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായാലും തിരിച്ച് വീട്ടിൽ വരാത്തവനാ. ഇന്നിപ്പോ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ അവൻ എന്തേലും വള്ളി പിടിച്ചിട്ടുണ്ടാവും. അത് തന്നെയായിരിക്കും കാര്യം. രാവിലെ തന്നെ എന്റെ കൊച്ചിനെ പറയാതെ കേട്ടോ. അവന് ചുമ്മാ ഇങ്ങനെ കറങ്ങിയിടുന്ന സ്ഥലങ്ങളൊക്കെ കാണുന്ന ഇഷ്ടാന്ന് വെച്ച് അതത്ര വലിയ കുറ്റമാണ് അവനിങ്ങനെ പറയാൻ. മീരുതളെ, ഇന്ന് രാവിലെ നിങ്ങളുടെ കെട്ടിയോനല്ലായിരുന്നു എന്നെ ചീത്ത പറഞ്ഞേ. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒന്നും പറയാനില്ലായിരുന്നു? നിങ്ങളുടെ വായിൽ എന്നെ പഴം തിരികെ വെച്ചിരിക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ മൂത്ത മോനെ പറഞ്ഞപ്പോ അയ്യോ പൊള്ളുന്നങ്ങോട്ട്. സത്യം പറ, നിങ്ങൾ എന്നെ വല്ല തവിട് കൊടുത്ത് വാങ്ങിയതാണ്? തവിട് കൊടുത്ത് വാങ്ങിയതായിരുന്നെങ്കിൽ ഞങ്ങൾ നല്ലതിനെ നോക്കി സെലക്ട് ചെയ്യത്തില്ലായിരുന്നു. ഇത്രയും വലിയ അബദ്ധം പറ്റുമായിരുന്നു? സത്യം പറ, നിങ്ങൾ എന്റെ പങ്ക് തന്നെയാണോ? അങ്ങനെ ഒരു അബദ്ധം പറ്റി. കാർത്തു മമ്മീസ്, ഐ ആം ബാക്ക്. അത് പിന്നെ എനിക്ക് അറിയാലോ മാധവേട്ട. അല്ല, നിങ്ങളെല്ലാരും ഫുഡ് കഴിക്കുമായിരുന്നോ? അല്ല, തുണി അലക്കുന്നു. എന്തേ കൂടുന്നോ? തമാശ. പിന്നെ ചിരിക്കാവേ. ഇപ്പൊ ചേട്ടനെ തീരെ സമയമില്ല. മീരൂസേ, നീ എന്നോട് മിണ്ടണ്ട, എന്റെ കൺമുന്നിന്ന് പൊക്കോണം. നീ കുറച്ച് പാടുപെടും. പക്ഷെ എന്റെ മീരൂസേ അങ്ങനെ പറയല്ലേന്നേ, എനിക്ക് വിഷമാവില്ലേ? നിനക്ക് വിഷമാവണം. നീ ഇങ്ങനെ ഒരു തണ്ടി നടന്നാ മതി, ജോലിക്കും പോവാതെ ഒന്നും ചെയ്യാതെ. നീ എങ്ങനെയാടാ ജീവിക്കണേ? കയ്യിൽ പൈസ ഇല്ലാതെ നീ എങ്ങനെ ജീവിക്കും? എന്തെങ്കിലും ജോലിക്ക് പോയാലേ നിന്റെ കയ്യിൽ പൈസ ഉണ്ടാവുള്ളൂ. നിനക്ക് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ലല്ലോ നീ ജോലിക്ക് പോകാത്ത. എത്ര ചാൻസ് കിട്ടി, എന്നിട്ട് നിനക്ക് ഇങ്ങനെ കറങ്ങി നടക്കണമെന്നും പറഞ്ഞ് എത്ര ജോലി നീ വേണ്ടാന്ന് വെച്ചത്? നാടും അറിയില്ല, നാട്ടുകാരെ അറിയില്ല, ഭാഷ അറിയില്ല, അതിൽ നാട്ടിൽ പോയി കിടന്ന് എക്സ്പ്ലോറിങ് ആണെന്നും പറഞ്ഞ് എന്തൊക്കെയാ നീ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്? ഇത്ര നാളും ഞാനൊന്നും പറയായിരുന്നു. നീ ഇനിയെങ്കിലും ഓരോ ജോലിക്ക് പോകുന്ന വെച്ചിട്ടാ. ഇനി എത്ര നാളൊന്നും പറഞ്ഞാൽ ഇങ്ങനെ നടക്കുന്നേ? അവനിപ്പോൾ ഇങ്ങനെ ചീത്ത പറയാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? അവന് ഇഷ്ടമുള്ള കാര്യമില്ല അവൻ ചെയ്യുന്നത്. അവനതാ ഇഷ്ടമെങ്കിൽ അവനത് ചെയ്യട്ടെ. ചെറുപ്പം മുതൽ അവൻ എന്നോട് എന്നെ താല്പര്യം നിനക്കറിയാവുന്ന കാര്യമല്ലേ. പിന്നെ പൈസ അത്യാവശ്യം നമ്മുടെ കുടുംബക്കാരായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമല്ലേ. അവനായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം പൈസയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അവൻ അത്യാവശ്യം എൻജോയ് ചെയ്യേണ്ടതൊക്കെ അവൻ എൻജോയ് ചെയ്യട്ടെ. അവൻ ഇഷ്ടമാണെങ്കിൽ അവൻ അങ്ങനെ ജീവിക്കട്ടെ. അതിന് നീ എന്തിനാ എത്ര കിടന്ന് ദേഷ്യപ്പെടുന്നേ? ഇപ്പൊ ഞാനാരായി? കുറച്ചേരം മുമ്പ് വരെ നിങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അവൻ ഒരു തണ്ടി നടക്കുക എന്നൊക്കെ. ഇപ്പൊ അവനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ഇപ്പൊ ഞാനാരായി? അച്ഛനും മോനും ഒറ്റക്കെട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ അച്ഛനും മക്കളൊക്കെ ഒറ്റക്കെട്ടായിരിക്കും. എന്റെ മീരൂസേ, അത് വിടന്നേ. കണ്ടോ, മാധവേട്ടൻ പറഞ്ഞതാണ് കറക്റ്റ്. ചെറുക്ക, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് എന്നെ മാധവേട്ടാന്ന് വിളിക്കരുതെന്ന്. മാധവേട്ടനെ പിന്നെ ഞാൻ മാധവേട്ടാന്നല്ലാതെ പിന്നെ വേറെ എന്താ മാധവേട്ട വിളിക്കുക? അജു, അതൊക്കെ വിട്. നീ ഇത് പറ, നീ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വന്നേ. സാധാരണ നീ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണല്ലോ വരാറ്. ഇതെന്തു പറ്റി ഇന്ന് വരാന്നൊക്കെ വെച്ച്? നീ പോയിട്ട് ഇപ്പൊ എണ്ണിക്കഴിഞ്ഞ ഒരു 6 ദിവസം ആവണല്ലേ ഉള്ളൂ. അപ്പൊ അത് സത്യമായിട്ട്
മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായില്ലേന്ന്? ഇന്ന് അവള് വരുന്നോണ്ടാ പൊന്നുമോൻ ഇവിടെ എത്തിയത്, അല്ലാണ്ട് അവൻ ഇവിടെ തിരിച്ചു വരുമെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അത് പറ, ഇതാണ് നീ ഇവിടെ എത്തിയതിന്റെ കാരണം അല്ലേ? അത് മാത്രമൊന്നുമല്ല, ഞാൻ കണ്ടിട്ട് 2-3 കൊല്ലമായല്ലോ. എത്ര നാളെ കണ്ടിട്ട്. അപ്പൊ എനിക്ക് കാണാൻ ആഗ്രഹമൊക്കെ ഇല്ലേ? എനിക്കും അവളോട് സ്നേഹമൊക്കെ ഇല്ലേ? ഒന്നിലും അവളും എന്റെ പെങ്ങളും തന്നെയല്ലേ. അപ്പൊ എന്റെ മോൻ തിരിച്ചു വന്നത് അവളെ പേടിച്ചിട്ടല്ല അല്ലേ? പേടിയോ? എനിക്കോ? ഒന്ന് പോവേണ്ടത്. അല്ലാതെ അവള് ഇവിടെ വരുമ്പോ നിന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ നീ ഇരിക്കണോടത്ത് വന്ന് അവള് വിളിച്ചോണ്ട് വരും എന്ന് ഓർത്തിട്ടല്ല അല്ലേ? ഒരിക്കലും അല്ല. അതവന്റെ മുഖം കണ്ടാ മനസ്സിലാവില്ലേ അല്ലേ ഏട്ടാ? പുതിയതാണല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? അതൊക്കെ പോട്ടെ, നമുക്ക് പിന്നെ വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പൊ എനിക്ക് നല്ല വിശപ്പ്. കാർത്തു എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ എടുക്ക്. ക്യാരറ്റിട്ട പായസമുണ്ട്, 1 ഗ്ലാസ് എടുക്കട്ടെ? കുട്ടിച്ചാത്ത വാടച്ച് മിണ്ടായിരുന്നു കേട്ടോ. എന്താടാ ക്യാരറ്റിട്ട പായസം? ബിഗ് സ്റ്റോറി പിന്നെ പറയാം. ചെമ്പാവ് പുന്നില്ലിൻ ചോറ്, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. മുളകരച്ചൊരുക്കിയ പരൽ മീനും കറി കൂട്ടിയിട്ടെരിവ് കൊണ്ടിടം കണ്ണ് തുടിച്ച. അമ്മേ, ഭക്ഷണത്തിന്റെ മണം അടിച്ചപ്പോഴത്തേക്കും വന്നല്ലോ. ഇതാർക്കാ ഇത്രയും ഭക്ഷണം ഉണ്ടാക്കണേ? വേറെ ആർക്കാ? എന്റെ ചേച്ചിക്ക് തന്നെ. അവള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ മീര വെച്ച് എപ്പോൾ അടുക്കള കയറിയാക്കുന്നതാണെന്നോ. അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കണം, അവൾക്ക് ഇഷ്ടമുള്ള പായസം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ്. ഇത് ഫുള്ള് അവൾ എങ്ങനെ കഴിച്ചു തീർക്കുമെന്നാ ഞാൻ ആലോചിക്കണം. അതൊക്കെ എന്റെ മോള് കഴിച്ചോളൂ. ഈ അമ്മയുടെ മൂത്ത മോള് വന്ന സ്ഥിതിക്ക് ഞങ്ങളെയൊന്നും വേണ്ടല്ലോ. അല്ലേലും നിന്നെയൊക്കെ ആർക്ക് വേണം? ഇപ്പൊ ഞാനാരായി? അല്ലെങ്കിലും ചേച്ചി വീട്ടിലെ മൂത്ത കൊച്ചായോണ്ടല്ലേ അമ്മയ്ക്ക് ചേച്ചിയോട് സ്നേഹം കൂടുതല്. അതേടാ, അവള് മൂത്ത കൊച്ചായോണ്ട് തന്നെ എനിക്ക് അവളോട് സ്നേഹം കൂടുതൽ. ഒന്നില്ലെങ്കിലും നിന്നെയൊക്കെ കാണുന്നതിന് 3-4 കൊല്ലം മുമ്പ് തൊട്ട് ഞാൻ അവളെ കാണുന്നതല്ലേ. എടാ അജു, നിനക്കറിയോ, എനിക്ക് അവളെ പ്രസവിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. അത് പിന്നെ എനിക്ക് അവളെ കാണാൻ പോലും കിട്ടിയിട്ടില്ല. 24 മണിക്കൂറും മീരുവിൻ്റെ കയ്യിലായിരിക്കും അവള്. അവൾക്കും അതുപോലെ തന്നെ. എൻ്റെ അടുത്തൊന്ന് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കേൾക്കൂലേ. എപ്പോഴും മീരുവിൻ്റെ ഇളി കയറിയിരിക്കും. അതുകൊണ്ടെന്താ, ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ 3 അങ്ങോട്ട് തന്നില്ലേ. പിന്നെ വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ 3 പൊട്ടന്മാരാന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ചേച്ചി വന്നപ്പോ ഞങ്ങളൊക്കെ പൊട്ടന്മാര്. നീ പോടാ ചെറുക്ക. ചേച്ചി അവളുടെ ജോലിക്കാരും വല്ല അവളെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇങ്ങോട്ട് വരുന്ന സ്ഥിതിക്ക് അവൾ ഇങ്ങോട്ട് മാറുവാണോ? അതിനി തിരിച്ചു പോവോ ലണ്ടനിലേക്ക്? എങ്ങനെയാ? ഇപ്പോൾ കുറേ കൊല്ലമായില്ലേ. അവൾ ആദ്യം ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ജോലി നോക്കാമെന്ന് പറഞ്ഞല്ലായിരുന്നു പോയത്. അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഏതോ ഒരു കമ്പനി കിട്ടിയെന്ന് പറഞ്ഞ് അങ്ങനെ 2 കൊല്ലം പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും 3 കൊല്ലം കൂടി അവിടെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് വീണ്ടും ജോലി ചെയ്തു. ഇത്തവണ വന്നിട്ട് അവൾ വീണ്ടും പോകാനാണോ പ്ലാൻ? എങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ചേച്ചിയുടെ അടുത്ത്? അവളങ്ങനെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് അവൾ പറഞ്ഞതെന്ന് മനസ്സിലായത് അവളിനി തിരിച്ചു പോകുന്നില്ല എന്നാണ്. ഇപ്പം തന്നെ അവൾ പോയിട്ട് 9 കൊല്ലം ആവാറായില്ലേ. അവളുടെ +2 കഴിഞ്ഞിട്ട് പോയതല്ലായിരുന്നോ ഹയർ സ്റ്റഡീസിന്. ഇപ്പം ഇത്രയും കൊല്ലമായ സ്ഥിതിക്ക് ഇനി ഇവിടെ തന്നെ നിൽക്കാനായിരിക്കും അവൾ ഉദ്ദേശിക്കുന്നത്. അവളങ്ങനെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ എനിക്കെന്തോ അവൾ പറഞ്ഞതെന്നങ്ങനെ മനസ്സിലായത്. എൻ്റെ കൊച്ചി ഇത്തവണ വന്നിട്ട് അവിടെ പോകാതിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ ഏതെങ്കിലും അടുത്ത കമ്പനിയിൽ ജോലിക്ക് കയറാൻ പറഞ്ഞാൽ അവൾ കേൾക്കൂലല്ലോ. നമ്മുടെ കമ്പനി തന്നെ കയറാൻ പറഞ്ഞാൽ അവൾ അതും കേൾക്കത്തില്ല. എന്നാൽ വേറെ ഏതെങ്കിലും ഒരു കമ്പനി ജോലിക്ക് പോകാൻ പറഞ്ഞാൽ അവൾ അതും കേൾക്കത്തില്ല. അവൾക്ക് അവിടെ തന്നെ പോകണമെന്നല്ലേ. ഇത്തവണെങ്കിലും വന്നിട്ട് അവൾ പോകാതിരുന്നാൽ മതിയായിരുന്നു തിരിച്ച്. എത്ര നാളായി അവളെ ഒന്ന് കണ്ടിട്ട്. ഞാൻ പറയാഞ്ഞിട്ടല്ലല്ലോ, അവളുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുന്നതല്ലേ. അതിന് സപ്പോർട്ടായിട്ട് മാധവേട്ടനും കൂടെ നിൽക്കും. പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കുട്ടി ഇത്തവണ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടും വിടില്ല അവളെ. അല്ല അതൊക്കെ ഇരിക്കട്ടെ, അവളെ ആരാ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നേ? ആരെല്ലാം പോവാന്ന് പറഞ്ഞോ? അജു നീയാണോ പോകുന്നേ? ഇല്ലമ്മ, ചേച്ചി എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞത് ഡ്രൈവറിനെ അയച്ചാൽ അത് നിങ്ങളാരും വരണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞതാ ഞാനല്ലെങ്കിൽ അത് വരാമെന്ന്. പക്ഷേ ചേച്ചി പറഞ്ഞു ഡ്രൈവറിനെ അയച്ചാൽ അത് കുഴപ്പമില്ല വന്നോളാന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഡ്രൈവറിനെ അയച്ചു. ഈ പ്രാവശ്യം വരുമ്പോഴെങ്കിലും അവളുടെ കല്യാണക്കാര്യത്തിൽ തീരുമാനം എടുക്കണ്ടേ? പെണ്ണ് പണ്ടത്തെ പോലല്ല, പ്രായം വെച്ച് വരും. ഇപ്പം തന്നെ 27 വയസ്സാവാറായി അവൾക്ക്. ഞാനും അക്കാര്യം ആലോചിച്ചു. മാധവനോട് പറയണം അവൾക്ക് വേണ്ടി ഒരു ആലോചന നോക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിപ്പോൾ മാരേജ് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം നടത്തരുത് കേട്ടോ. അവളോ അതിനൊന്നും നിർബന്ധിക്കുകയൊന്നും വേണ്ട. അവൾക്കിനിപ്പോൾ ആരെങ്കിലും ഇഷ്ടമാണോ എന്നൊക്കെ അവളോട് ചോദിച്ച് മനസ്സിലാക്കി പയ്യെ നടത്തിയാൽ മതി. അല്ല, അവളുടെ സ്വഭാവം അനുസരിച്ച് അവൾക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ അവളപ്പം തന്നെ നമ്മുടെ അടുത്ത് ഒന്ന് പറയേണ്ടേ അല്ലേ. എന്തായാലും അതില്ലാത്ത സ്ഥിതിക്ക് അവൾക്ക് ആരെങ്കിലും ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം. എന്തായാലും ഇത്തവണ വരുമ്പോൾ ഒരു തീരുമാനം എടുക്കണം അവളുടെ കാര്യത്തിൽ.
അവൾ ആരെങ്കിലും പ്രേമിച്ചിട്ടാണേലും ആരെങ്കിലും ഒക്കെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നാണേലും ഒന്ന് കല്യാണം കഴിഞ്ഞ് കണ്ടാൽ മതി എനിക്ക്. ആരുടെ കല്യാണത്തിന്റെ കാര്യം അമ്മയെ പറഞ്ഞേ? നിന്റെ ചേച്ചിയുടെ അല്ലാതെ ആരുടെ കാര്യം? ഓ, ചേച്ചിയുടെ ആയിരുന്നു. ഞാൻ വിചാരിച്ചു. നീ എന്താ വിചാരിച്ച? ഞാനൊന്നും വിചാരിച്ചില്ലല്ലോ. എന്നാ നിനക്ക് കൊള്ളാം. അജുവേട്ട, ചേച്ചി എപ്പോഴാ വരുന്നേ? എനിക്കിപ്പോ മെസ്സേജ് അയച്ചായിരുന്നു, എയർപോർട്ടിൽ എത്തി ഒരു 6 മണി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എത്തുമെന്നും പറഞ്ഞു. അവള് വരുമ്പോഴെങ്കിലും നിന്റെ ഏട്ടൻ ഇവിടെ കാണുമോ? ഏട്ടൻ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൊജക്റ്റിൻ്റെ മീറ്റിങ്ങിന് പോയാക്കും. ഇനി അത് കഴിയുമ്പോഴേ വരുന്ന കാര്യം പറയാൻ പറ്റൂ. എപ്പോഴാണ് കഴിയുന്നതെന്നും പറയാൻ പറ്റത്തില്ല. അവനിങ്ങനെ കമ്പനി മീറ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞ് നടന്നാൽ മതി. ഇവിടെ ഒരുത്താണ് ഈ ജോലിക്ക് പോകാഞ്ഞിട്ടാ. അവിടെ ഒരുത്തന്നെ ജോലി തലയ്ക്ക് പിടിച്ചിട്ടാ. ആഹാ, ഇപ്പൊ ജോലിക്ക് പോണതും പോവാത്തതും ഒക്കെ കുറ്റമാണോ? ജോലിക്ക് പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അവനെപ്പോലെ 24 മണിക്കൂറും ബിസിനസ്സുകാരും പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല വേണ്ടത്. ബിസിനസ്സും നമ്മുടെ ലൈഫ് ഈക്വലായിട്ട് കൊണ്ടുപോകാൻ പഠിക്കണം. ഓ ശരി, ഈ കാര്യം പറഞ്ഞ് ക്ലാസ് തുടങ്ങാതെ എനിക്ക് കേൾക്കാൻ വയ്യ. അല്ലമ്മേ, ഏത് പായസം ഉണ്ടാക്കുന്നേ? അവളുടെ ഫേവറേറ്റ് സേമിയ പായസം. ഹായ്, സേമിയ പായസം. എനിക്ക് ആദ്യം ഒരു ഗ്ലാസ് തന്നിട്ട് അമ്മ എടുത്ത് മൂടി വെച്ചോ. ദേ പെണ്ണെ, നിന്ന് കൊഞ്ചാതെ പൊക്കെ. ഇത് എന്റെ കൊച്ചിന് വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചാലാണ്, നിനക്ക് വരാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. കാർത്തു പറയുന്ന കേട്ടില്ലേ? എന്റെ വാവ ഇങ്ങോട്ട് വാ, കാർത്തു എടുത്തു തരാമല്ലോ പായസം. അതല്ലേലും അങ്ങനെയാ. ഈ ദേവുവിന് എന്നോട് ഒരു സ്നേഹമില്ല. അയ്യടാ, സ്നേഹിക്കാൻ പറ്റിയ ഒരു സാധനം. അത് ഓടി. ഈ രണ്ടെണ്ണം ഈ കാര്യം പറഞ്ഞ് തുടങ്ങണ്ട. വാവ ഇങ്ങ് വാ, അമ്മ എടുത്തു തരാമല്ലോ പായസം. കയ്യിന്ന് വിടറോ? ഞാൻ കയ്യിന്ന് വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇപ്പൊ നീ എന്റെ കയ്യിന്ന് വിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യൂന്ന് നീ വൈകാതെ അറിയും വരുണേ. അവിടെ നിക്കടി അവിടെ. I said don't fucking touch me. ഞാൻ ആരുടെ പെങ്ങളാന്നുള്ള കാര്യം നീ മറന്നു പോരുത്. നീ കയറി പിടിക്കുമ്പോ കരഞ്ഞോണ്ട് ഓടിപ്പോണ കുറെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് നീ മൈഥിലി മേനോന്റെ അടുത്തേക്ക് ഇറക്കരുത്, കേട്ടോടാ. ஒரு தனித்த வனத்தில் அனைத்து எனக்கு உணர்ச்சி கொடுத்து முகிழ்த்தவ பனிக்கடல் அலையினில் கதிரவனொளியினை இணையற கழலன கனித்தவர் கதறி மனமுருக நான் அழைக்கவோ இதரமாதருடன் நீ கழிக்கவோ இது தகுமோ, இது முறையோ, இது தர்மம் தானோ, இது தகுமோ, இது முறையோ, இது தர்மம் தான். നീ എന്നെ തല്ലിയില്ലേ? അതെ, തല്ലി. എന്തി വേണ്ടി വന്ന ഇനിയും തല്ലി ഞാൻ. ഓ, ത്രയംബകം തറവാട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ ഇത്ര ഉശിരോ? ത്രയംബകം തറവാട്ടിലെ ഇളമുറ തമ്പുരാട്ടി മൈഥിലി മേനൻ ഒരു നല്ല ഫൈറ്ററാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാ, ഒരു കൈ നോക്കിയാലോ? അവസാനം നീ തൂക്കുമ്പോൾ നീ എനിക്ക് സ്വന്തം. എന്തിയേ? അങ്ങനെ അവൻ മാത്രം ഇതെല്ലാം ആസ്വദിച്ചാൽ പോരല്ലോ. അവന് നീ കൂടാതെ തന്നെ 2 പെണ്ണുങ്ങളോടും വീട്ടിലുണ്ടല്ലോ. അപ്പൊ അതിന്ന് ഒരെണ്ണം കുറഞ്ഞു ഓർത്ത് അവനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മോനെ വരുണേ, ഈ മൈഥിലിയായിട്ട് ഫൈറ്റ് ചെയ്യാന്നുള്ള തീരുമാനം തന്നെ നീ എടുത്തത് വളരെ തെറ്റ്. നീ എന്തായാലും നീ എടുത്ത സ്ഥിതിക്ക് തോക്കാൻ റെഡി ആയിക്കോ. എടാ അജു, നീ വേഗം ജംഗ്ഷനിലേക്ക് വന്നതേ. ഇവിടെ മൈഥിലി മിക്കവാറും ഒന്ന് വരുന്നതിനെ പിടിച്ചടിക്കും. എന്റെ പൊന്നു ദൈവമേ, ഈ പെണ്ണവനെ ജീവനോടെ വെച്ചാ മതിയായിരുന്നു. അവളുടെ തല്ല് കണ്ടിട്ട് ഇന്നെങ്ങാനും നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വരുണിന് എന്തിന്റെ കേടാണെന്തോ അവളുടെ അടുത്ത് ചോദിച്ചിങ്ങനെ വാങ്ങാൻ. വരുണ്ണി 2 കിട്ടാത്തതിന്റെ കുറവുണ്ട്. പക്ഷെ ഇപ്പം മൈദ നിർത്തിയില്ലെങ്കിൽ അവനെ വെറുതെ വെക്കത്തില്ല അവള്. ഹേ ബേബി, ഞാൻ വിചാരിച്ച പോലെ അല്ല, നീ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഏട്ടനായിട്ട് നീ ചെന്ന് കയറി കൊടുക്കരുത്. അല്ലെങ്കിൽ തന്നെ ഇവന്മാരൊക്കെ മൈഥിലിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെ പാടുപെടുക. ഇനി നീയും കൂടെ കയറി ചെന്ന് കഴിഞ്ഞാൽ അവന്മാരുടെ ഡെഡ് ബോഡി എവിടെ നിന്ന് പോവുള്ളൂ. നീ എങ്ങോട്ടടി പോണേ? വരുണേ, എന്റെ പെങ്ങളെ തൊടുന്നോടാ.
ഇതാരത്? അങ്കിത് മേനോനോ? വരുണേ, നിനക്ക് ഇതിനു മുമ്പ് ഞാൻ വാണിങ്ങി തന്നിട്ടുള്ളത് എൻ്റെ പെങ്ങന്മാരുടെ അടുത്ത് വരരുതെന്ന്. നീ വീണ്ടും വീണ്ടും അവൾമാരുടെ അടുത്ത് വരുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നത് എനിക്ക് നിന്നെ പേടിയായതുകൊണ്ടല്ല, അവൾമാർക്ക് നിന്നെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഉള്ളത് കൊണ്ടാണ്. അത് മറന്ന് വീണ്ടും നീ എൻ്റെ പെങ്ങന്മാരുടെ അടുത്ത് വന്നു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. ഇത് അങ്കിത പറയുന്നത്. ഓ, ഭീഷണിയാണോ? പക്ഷേ എനിക്കത്ര പേടി തോന്നുന്നില്ല. ഇവൻ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടേ പോകൂ. അതിനിത്ര സംശയം എന്താ? അടുത്ത അടിക്കുള്ള കോളയെ കാണുന്നത്. നന്നായി അങ്കിയേട്ടൻ വന്നത്, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ക്ഷമ തെറ്റിയാണ്. അതേതായാലും നന്നായി. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് അങ്കിയേട്ടന് ഇഷ്ടമല്ല. എന്താ എങ്കിൽ ഒന്നും പറയാത്ത? ഇവളിങ്ങനെ വീട്ടിൽ പൂട്ടി വെച്ചോണ്ടിരിക്കാതെ ഞങ്ങൾക്ക് കൂടി എന്താ? ഞങ്ങൾക്കും അറിയേണ്ട ഇതിൻ്റെയൊക്കെ ഒരു സുഖം അല്ലേ മോളൂസേ? തല്ലുണ്ടാക്കിയിട്ട് അവൻ വന്നാക്കുന്ന കണ്ടില്ലേ? മൈദു നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ അടി ഉണ്ടാക്കാൻ പോരുതെന്ന്. അവനെ പറഞ്ഞാൽ കേൾക്കൂല. പിന്നെ എന്റെ കൈ കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നെ അവനെ ചെയ്യേണ്ട? കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണോ? ഈ കാര്യത്തിലാരും മൈദുവിനെ കുറ്റം പറയണ്ട. ഞാൻ അവളുടെ സൈഡില്ല. അല്ലെങ്കിൽ തന്നെ വരുണിന് രണ്ടെണ്ണം കിട്ടാത്തതിന്റെ കുറവ് നന്നായിട്ടുണ്ട്. മൈദു ചെയ്തത് തെറ്റാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അവളുടെ പെർമിഷൻ ഇല്ലാതെ ഒരാൾ അവളുടെ കൈ കയറി പിടിച്ചു, അതുകൊണ്ട് അവൾ തിരിച്ചടിച്ചു. മാത്രമല്ല അവൾക്ക് അമ്മ അടിക്കാനുള്ള പ്രാപ്തിയൊക്കെ ഉണ്ട്. അതിന് നീ എന്തിനാ അതിൻ്റെ ഇടയ്ക്ക്? എന്തോ ഭാഗ്യം കൊണ്ടാ വരുൺ ജീവനോടെ പോയത്. നീ അവന്മാരെ തല്ലിന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പം അവന്മാർ ഏത് അവസ്ഥയിലായിരിക്കുമെന്ന്. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ തല്ലുവിടാൻ പോയതെന്ന്. അവൾമാരോട് ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അതിനോട് പ്രതികരിക്കാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ അവൾമാർക്കുണ്ട്. അതിന് നീ എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം വഷളാക്കിയത്? പിന്നെ എൻ്റെ പെങ്ങളെ കയറി പിടിച്ച പിന്നെ ഞാൻ അവനെ വെറുതെ വെക്കണം എന്നാണോ? എടാ മോനെ, അവൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്തായാലും മൈദു തിരിച്ചടിച്ചു, അവന്മാരുടെ പ്രശ്നം സോൾവ് ആക്കിയ സ്ഥിതിക്ക് നീ കയറി ഇടപെടണ്ടായിരുന്നു എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർ ഉപേക്ഷിച്ച് പോവാനേ ഞാൻ ത്രയംബകം തറവാട്ടിലെ ആദിത്യ മേനോനല്ല, അങ്കിത് മേനോനാ. പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ല. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു ഗുണമില്ല. കയറി പോവാൻ നോക്ക്. ഓ, അങ്ങനെ തന്നെ ആവട്ടെ മീരു തമ്പുരാട്ടി. അങ്കി ഒന്ന് നിന്നേ. എന്നാ കാർത്തു? ഇന്ന് നീ അടി ഉണ്ടാക്കിയിട്ട് അവളറിയാതെ നോക്കണം. അവൾ അറിഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ. അതിപ്പോ എന്നോട് പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഞാനത് അവളറിയാതെ നോക്കിക്കോളാം. എന്താടാ നിനക്കൊരു കള്ള ലക്ഷണം? നമുക്കൊരു തന്തയല്ലേ, അതാ. शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोऽस्तुते। अम्मे नारायणा नमो, देवी नारायणा नमो, लक्ष्मी नारायणा नमो. വാവേ, മര്യാദയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിച്ചേ. വാങ്ങുന്നത് നല്ലത്. അല്ലെങ്കിൽ 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടി വരും. ചേച്ചി എവിടെ പോ? അതെ, അമ്മ വിളിച്ചേട്ടില്ലേ? വാ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനമ്മ എന്നല്ലല്ലോ നിന്നെയല്ലേ വിളിച്ചേ? അതിനിവിടെ പ്രസക്തിയില്ല. നീ പൊടി കാട്ടുപോതമേ. സന്ധ്യാസമയത്ത് ഇരുന്ന് അടി കൂടാതെ മര്യാദയ്ക്ക് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അവളെന്നെ ഇതുവരെ വരാത്ത? അതെന്നെ ഞാനും ആലോചിക്കണം. ഇത്ര സമയമായിട്ടെന്നെ അവള് വരാത്ത? ചേച്ചി വന്നു. செவ்வாழ இணைகளை நீ சொன்னால் நான் நம்பிவிடவோ மை கொஞ்சம். ദൈവമേ, ഇറങ്ങി ഓടിയാലോ? നീ എന്നെ എങ്ങനെയാണെന്ന് പരുങ്ങുന്നേ? അത് വൈകാതെ അറിയും. ಸಾಮಜವರ ಗಮನ ನಿನ್ ಚೂಡ
చూసియాగలనా మనసు మీద వయసుకున్న అదుపు చెప్పతగునా సామజవర గమన నిన్ను చూసియాగలనా మనసు మీద వయసుకున్న అదుపు చెప్పతగునా నీ కళ్ళని పట్టుకు వదలనవి చూడే నా కళ్ళు ఆ చూపులనల్లా తప్పుకు వెళ్ళకు దయలేరా అసలు మల్లెల మాసమా మంజుల హాసమా ప్రతి మలుపులోన ఎదురుపడిన వన్నెల వనమా విరిసిన పించమా విరుల ప్రపంచమా ఎన్నెన్ని వన్నె చిన్నెలంటే ఎన్నెల వశమా అరే నాగాలే తగిలినా నా నీడే This is the end.